സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് മുൻ KPCC അധ്യക്ഷനും നിയമസഭാ സ്പീക്കറുമായിരുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായിരുന്ന VN സുധീരൻ്റെ ചില ഇടപെടലുകൾ. ആദർശത്തിൻ്റെ ആൾരൂപം എന്ന് പരക്കെ അറിയപ്പെടുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന AK ആൻ്റണിയേക്കാൾ ഒരു പടി കൂടി ഗാന്ധിയൻ ആദർശത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ആളാണ് VM സുധീരൻ എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. AK ആൻ്റണി പോലും ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോൾ തൻ്റെ ആദർശങ്ങളിൽ അല്പമൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്ന കാഴ്ച ജനം കണ്ടതാണ്. ഒരുപക്ഷെ ഭരണസാരഥ്യത്തിൽ ഇരിക്കുമ്പോൾ അത്തരം ചില വിട്ടുവീഴ്ചകൾ ചെയ്താൽ മാത്രമേ എല്ലാ വിഭാഗക്കാരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളതായിരിക്കാം അതിന് പുറകിലെ ഉള്ള സിദ്ധാന്തം. എന്നാൽ ഏത് സമയത്തും ഒരു കാരണവശാലും തൻ്റെ ആദർശങ്ങളിൽ വെള്ളം ചേർക്കാൻ, തൻ്റെ നിലപാടുകളിൽ സമരസപ്പെടാൻ ഒരു കാരണവശാലും തയ്യാറാവാതെ നിന്നിരുന്ന ഒരു നേതാവാണ് VM സുധീരൻ. VM സുധീരനെ സംബന്ധിച്ചിടത്തോളം ഭരണമുണ്ടാവുകയോ അധികാരമുണ്ടാവുകയോ തൻ്റെ ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ അത് ലക്ഷ്യമല്ല. എന്നാൽ രാഷ്ട്രീയ സേവനം എന്നുള്ളത് ഇടുന്ന ഖദറിൻ്റെ വെളുപ്പ് പോലെ സംശുദ്ധമായിരിക്കണം എന്ന് തന്നെയാണ് എപ്പോഴും അദ്ദേഹം നിലപാട് കൈക്കൊണ്ടിട്ടുള്ളത്. ഇപ്പോൾ VD സതീശൻ സർക്കാരിൻ്റെ ചില നിലപാടുകളിൽ VM സുധീരൻ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് പരസ്യമായി തന്നെ അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരിക്കുന്നു. PM ശ്രീ പദ്ധതി ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കരിമണൽ ഖനനത്തിൽ സ്വകാര്യ പങ്കാളിത്തം അല്ലെങ്കിൽ സ്വകാര്യ മേഖലയെ കൂടി പങ്കെടുപ്പിക്കണം എന്നുള്ളതിൽ, അതുപോലെ തന്നെ പുതിയ സർക്കാരിൻ്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ച് അതിൻ്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നത് വഴി മദ്യാസക്തന്മാരുടെ അമിതമായ മദ്യപാനം മൂലമുള്ള അസുഖങ്ങൾ ഒഴിവാക്കുക, വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കുക എന്നൊക്കെയുള്ള VD സതീശൻ സർക്കാരിൻ്റെ നിലപാടുകളോട് ഒരു കാരണവശാലും പൊരുത്തപ്പെടാൻ താൻ തയ്യാറല്ല എന്ന് മുട്ടിന് വിളിച്ചു പറഞ്ഞുകൊണ്ട് VM സുധീരൻ VD സതീശൻ്റെ മുന്നിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഡെമോക്ലീസിൻ്റെ വാള് പോലെ തന്നെയാണ് തൂങ്ങിയാടുന്നത്. നിലപാടുകളിൽ കർക്കശക്കാരനായ VM സുധീരൻ മുൻപ് സ്പീക്കറായിരുന്നപ്പോൾ K കരുണാകരൻ, കേരളം ആദരവോടുകൂടി ലീഡർ എന്ന് വിളിച്ചിരുന്ന K കരുണാകരനെ പോലും വട്ടം കറക്കിയിരുന്ന മനുഷ്യനാണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നീട് K കരുണാകരൻ മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്ത് AK ആൻ്റണിയുടെ അഭ്യർത്ഥന പ്രകാരം AK ആൻ്റണിയോട് K കരുണാകരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്: നിങ്ങൾ ആരെ വേണമെങ്കിലും മന്ത്രിയാക്കാൻ എന്നോട് പറഞ്ഞോളൂ, അഭ്യർത്ഥിച്ചോളൂ, ഞാനത് സ്വീകരിക്കാം. VM സുധീരനെ ഒഴികെ ആരെ വേണമെങ്കിലും മന്ത്രിസഭയിൽ എടുക്കാം എന്നാണ് അന്ന് K കരുണാകരൻ കർക്കശമായ നിലപാട് പുലർത്തിയത്. തനിക്ക് ആ മന്ത്രിസ്ഥാനം ആവശ്യമില്ല എന്ന് സുധീരനും പറയുകയുണ്ടായി. അപ്പോൾ അധികാരത്തിന് വേണ്ടിയായാൽ പോലും താൻ ആദർശത്തിൻ്റെ വഴികളിൽ നിന്ന് വഴിമാറി നടക്കില്ല എന്ന് തന്നെയുള്ള സന്ദേശം തന്നെയാണ് സുധീരൻ ഇപ്പോഴും എടുക്കുന്നത്. ഇവിടെ കേരളത്തിൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDFന് മൃഗീയമായ ഭൂരിപക്ഷം കിട്ടി അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ള സന്ദർഭത്തിൽ മുഖ്യമന്ത്രി തർക്കമുണ്ടാകുന്നു. മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള പല നേതാക്കൾക്കിടയിലും തർക്കം വരുന്നു. അങ്ങനെ തർക്കം വന്നപ്പോൾ കേന്ദ്രത്തിൽ VM സുധീരനെ പോലുള്ള മുതിർന്ന നേതാക്കളെ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായം ആരായുമ്പോൾ VD സതീശന് വേണ്ടി ശക്തിയുക്തമായി നിലകൊണ്ട നേതാവ് കൂടിയാണ് VM സുധീരൻ. സതീശനല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിലും കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും വലിയ ഭിന്നതകൾ ഉണ്ടാകും. ഒരുപക്ഷെ അത് ഒരു രാഷ്ട്രീയ കലാപത്തിലേക്ക് നീങ്ങും. കോൺഗ്രസിൻ്റെ ബാഹ്യ ശരീരത്തിൽ അത് വലിയ വിള്ളലുകൾ ഉണ്ടാക്കും എന്നൊക്കെ VM സുധീരൻ്റെ നിലപാടുകൾ സതീശന് അനുകൂലമായിരുന്നു. ആ നിലപാടുകൾ കൂടി VD സതീശന് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നതിന് വേണ്ടി സഹായകരമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശന് തലവേദന ഉണ്ടാക്കുന്ന നിലപാടുകളാണ് PM സുധീരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തുടർച്ചയായി. എന്താണ് രാജ്മോഹൻ സാർ ഇക്കാര്യത്തിൽ ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ താങ്കളുടെ അഭിപ്രായം? സുധീരനെ പറ്റി പണ്ടും വലിയ ബഹുമാനമൊന്നുമില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. സുധീരൻ റെപ്രസെൻ്റ് ചെയ്യുന്ന മണലൂർ നിയോജകമണ്ഡലമായിരുന്നു. ആ കേരളത്തിൽ കണ്ട ഏറ്റവും നല്ല കോൺഗ്രസിൻ്റെ സാമാജികനായുള്ള NI ദേവസ്വക്കുട്ടി പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലം കൂടിയാണത്. അതിനേക്കാൾ കൂടുതലായിട്ട് ഈ സുധീരൻ്റെ ഇരട്ടത്താപ്പം ഇപ്പം മദ്യം പ്രശ്നമായിട്ടെടുത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം മദ്യമാണ് എന്ന് പറഞ്ഞാണ് സുധീരൻ കാലയളവ് നിന്നത്. ഇരട്ടത്താപ്പ് അറിയണമെങ്കിൽ മാധവറാവ് സിന്ധ്യ കേന്ദ്ര വ്യോമയാന മന്ത്രിയായിരിക്കുന്നു. ആ സമയത്ത് ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം
തകർന്നു വീണ ഏതാനും പേര് മരിച്ചു. ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നെങ്ങൊന്നും അങ്ങനെ റിക്വസ്റ്റ് വന്നില്ല, ഡിമാൻഡും വന്നില്ല. കേരളത്തിൽ നിന്നും മണലൂരിൽ നിന്നും ഒരു ടെലഗ്രാം വരികയാണ്. പ്രധാനമന്ത്രിക്കും പോയി കോപ്പി, മാധവറാവു സിന്ധ്യയ്ക്കും പോയി. ഈ അപകടത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വ്യോമയാന മന്ത്രി മാധവറാവു സിന്ധ്യ രാജിവെക്കണം. നല്ല നിർദ്ദേശമാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ട്രെയിൻ അപകടത്തിൻ്റെ പേരിൽ രാജിവെച്ച മഹത്തായ കഥയും ഒക്കെ ഓർമ്മിപ്പിച്ചാണ് അന്നും ഇതേപോലെ കലാപരിപാടിയായിട്ട് ശ്രീ സുധീരൻ രംഗത്ത് വന്നത്. ഇവിടെ അറിയേണ്ടത് മാധവറാവു സിന്ധ്യ രാജിവെച്ചോ അത് വേറെ കാര്യം. അതിന് ശേഷം അതിനേക്കാൾ വലിയ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ ട്രെയിൻ അപകടം നരസിംഹറാവുവിൻ്റെ കാലത്ത് ഉത്തർപ്രദേശിലുണ്ടാകുന്നു. ഏതാണ്ട് 1000-ഓളം അടുത്ത ആൾക്കാരാണ് മരിക്കുന്നത്. നരസിംഹറാവു എന്ന് പ്രധാനമന്ത്രിയും കൂടിയാണ്. ഒരു ടെലഗ്രാം പോയിട്ട് ഒരു ഇമെയിൽ പോലും നരസിംഹറാവു രാജിവെക്കണമെന്ന് പറഞ്ഞ് പോയി. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയില്ല. അത് സുധീരൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നിട്ട് പോയിട്ടുമില്ല. എന്തേ അങ്ങനെ ചെയ്തത്? നരസിംഹറാവു പ്രധാനമന്ത്രിയെ എതിർക്കാനുള്ള പേടി, ആദർശധീരത അവിടെ ഇല്ലാതാകുന്നു. ഇപ്പോൾ സതീശന് ആരും സപ്പോർട്ടില്ല, രമേശ് സപ്പോർട്ടില്ല, വേണുഗോപാൽ സപ്പോർട്ടില്ല, രാഹുൽ ഗാന്ധി വരെ അത്ര ഇഷ്ടപ്പെട്ടുള്ള ആക്കിയിരിക്കുന്നത്. ഇങ്ങനെ പല പല കഥകൾ വരുമ്പോൾ സതീശനിട്ട് കൊത്താൻ എളുപ്പമുണ്ടെന്നാണ് ഈ മനുഷ്യൻ വിചാരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ മദ്യവിമുക്താണോ? അത് എത്രയോ നാളുകളായിട്ട് ഇവിടെ നിൽക്കുന്നു. അല്ല സാർ, അതിൽ ഒന്നും ഞാൻ ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് ധരിക്കരുത്. ഇവിടെ മറ്റൊരു കാര്യം കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിൻ്റെ ഭരണത്തെക്കുറിച്ചോ കേരളത്തിലെ മദ്യനയത്തെക്കുറിച്ചോ VM സുധീരൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചതായി നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ആദർശപരമായ പൊതുപ്രവർത്തനം ആവശ്യമില്ല എന്നുള്ളതാണോ PD സതീശൻ്റെ നിലപാടുകളിൽ നിന്നും അല്ല VM സുധീരൻ്റെ നിലപാടുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? UDF സർക്കാരിന് എന്നൊക്കെ ഭരണം കിട്ടുന്നുണ്ടോ അന്നൊക്കെ ആദർശത്തിൻ്റെ ആൾരൂപം എന്ന രീതിയിൽ താൻ ഇത്തരം ചില കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നു. അത് പ്രാവർത്തികമാക്കാൻ UDF സർക്കാരിന് സാധിച്ചില്ല എന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാരിൽ ഏറ്റവും വലിയ ആദർശധീരൻ താനാണ്. താൻ അത്തരം കാര്യങ്ങൾ ഇടപെട്ട് തൻ്റെ വശം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താൻ പറയുന്ന നിലപാടുകളോട് യോജിച്ച് നിൽക്കുന്നില്ല കോൺഗ്രസ്സുകാർ എന്ന് സ്വയം ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിൻ്റെ തടവറയിലാണോ VM സുധീരൻ? ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പല നിലപാടുകളിലും അല്പസ്വല്പമൊക്കെ സമരസപ്പെട്ടു പോകാതെ അവരെയും ഇവരെയും കൂട്ടി, പ്രത്യേകിച്ച് UDF സർക്കാരാണ്, UDF എന്ന ഒരു മുന്നണിയെ ഘടകകക്ഷി സർക്കാരിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഒരുപക്ഷെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കാത്ത സുധീരന് മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്കറിയില്ല. മുതിർന്ന നേതാവ് VM സുധീരനെ തള്ളിപ്പറയുകയല്ല, അദ്ദേഹത്തിനോടുള്ള എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഈ കേരളത്തിൽ UDF എന്നൊക്കെ അധികാരത്തിൽ വരുന്നു അന്ന് മാത്രമാണോ VM സുധീരൻ്റെ ആദർശപരമായ നിലപാടുകൾ പുറത്തു വരാറുള്ളത്? കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ എവിടെയായിരുന്നു PM സുധീരൻ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മദ്യനയം കേരളത്തിലെ വലിയ വിഷയം തന്നെയാണ്. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഈ കൺസ്യൂമർ മേഖലയിൽ ഇവിടെ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് VM സുധീരൻ ആ സമയത്തൊന്നും ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ആദർശപരമായ നിലപാടുകൾക്ക് വിരുദ്ധമാണ് പിണറായി വിജയൻ്റെ നിലപാടുകൾ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വരാതിരുന്നത്? ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോഴും ചാരായ നിരോധനവുമായി ബന്ധപ്പെട്ട് PM സുധീരൻ്റെ ചില നിലപാടുകളാണ് പിന്നീട് ഒരുപക്ഷെ തുടർഭരണം കിട്ടാവുന്ന ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കിയത് എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിലപാടുകളാണോ അതോ പ്രായോഗികമായ നിലപാടുകളാണോ ഒരു ഭരണസിരാ കേന്ദ്രത്തിലിരിക്കുന്ന ആളുകൾക്ക് ആവശ്യം എന്നുള്ളത് സാധാരണക്കാരായ ജനം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. 10 വർഷം പുറത്തിരുന്ന UDFന് വീണ്ടും അധികാരം കിട്ടിയപ്പോൾ ഇതുപോലുള്ള ആദർശ അവതാരങ്ങൾ വന്ന് ഭരണസിരാ കേന്ദ്രത്തിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇടംകോലിടുന്ന ചില പ്രവണതകളാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ എതിരാളികൾക്ക് VD സതീശൻ സർക്കാരിനെ അടിക്കാനുള്ള വടി വെട്ടിക്കൊടുക്കുന്ന പണിയാണ് VM സുധീരൻ ചെയ്യുന്നത് എന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. സുധീരൻ ചെയ്യുന്ന പരസ്യമായിട്ട് എടുക്കുന്ന ഓരോ പ്രഖ്യാപനങ്ങളും ഈ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്തും. സുധീരൻ പറഞ്ഞ നിലപാടുകൾ ശരിയായിരിക്കാം, പക്ഷേ ഇതിനേക്കാൾ ഗൗരവമുള്ള, ഇപ്പം കേരളത്തിൽ തന്നെ എടുത്തു, മദ്യപാനാണ് പ്രശ്നമെങ്കിൽ കേരളത്തിൽ നിന്നും എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഗൾഫിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും ജോലി തേടി പോകുന്നവരുണ്ട്. അവരെല്ലാം അവിടെ മദ്യം കഴിക്കുന്നവരുമായിരിക്കും. അതിനെ തടയാൻ പറ്റുമോ?
മദ്യപാനം തടയുക എന്നുള്ളത് ആ രീതിയിൽ പെട്ടെന്ന് കയറി ഒരു നിരോധനം കൊണ്ടോ ഒരു ചാരായം പിൻവലിച്ചത് കൊണ്ടോ ചാരായം കൂടുതൽ കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ടോ നിൽക്കാൻ പോകുന്നില്ല. തന്നെയല്ല സാർ, ഏത് സർക്കാർ നിലവിൽ വന്നാലും ഈ മദ്യത്തിൽ നിന്നുള്ള വരുമാനം സർക്കാരിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നുള്ളത്. എന്തിനാ അങ്ങനെ പറയാൻ പോകുന്നത്? സുധീരൻ മേടിക്കുന്ന പെൻഷന് പോലും കൊടുക്കുന്ന മദ്യത്തിലൊക്കെ മുതലാളിമാരുടെ കാശിൽ നിന്നാണ് പെൻഷൻ മേടിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ഈ വരുമാനം അത് വേണ്ടെന്ന് വെക്കുമോ? ഏതൊരു സംസ്ഥാനമായാലും, ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിലായാലും മറ്റേത് സംസ്ഥാനത്തായാലും ഈ മദ്യ വ്യവസായം സർക്കാരിൻ്റെ നികുതി പണത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതെല്ലാം കണ്ണടച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഒരു ഭരണമാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട ഒരു വസ്തുതയുണ്ട്. ഇപ്പോൾ VM സുധീരൻ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു കേസ് തുടരന്വേഷണം വേണം എന്ന് പറയുന്നു. അതായത് SNDP കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി ആയിരുന്ന KK മഹേശൻ യൂണിയൻ ഓഫീസിൽ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണം, ഇതിൽ വെള്ളാപ്പള്ളി നടേശൻ 1-ാം പ്രതിയായും അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി 3-ാം പ്രതിയായും SNDPയുടെ മറ്റൊരു ഔദ്യോഗിക വക്താവായ ഒരു അനിൽകുമാർ 2-ാം പ്രതിയുമായി കേസെടുത്തിട്ട് ഈ മരണം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ സാധിച്ചില്ല. അന്നൊന്നും ഈ VM സുധീരൻ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് വേണം അല്ലെങ്കിൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞ് നിലപാടുകളും എടുത്ത് മുന്നോട്ട് വന്നതായി എനിക്കറിവില്ല. ഒരുപക്ഷെ എൻ്റെ അജ്ഞതയാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക. എന്നാൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ തുടരന്വേഷണം വേണം എന്ന് പറയുന്ന VM സുധീരൻ അടുത്ത കാലത്ത് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആ കുടുംബം ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയൻ സർക്കാരിനോട് ഈ വിഷയത്തിൽ, അതായത് ADM നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ ഒരു തുടരന്വേഷണം വേണമെന്നോ അല്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം കൈകാര്യം ചെയ്യുന്നതിൽ പിണറായി വിജയൻ സർക്കാരിന് തെറ്റുപറ്റിയെന്നോ എന്നുള്ളൊരു പ്രസ്താവന VM സുധീരൻ്റെതായി എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മാത്രമാണോ VM സുധീരൻ എന്ന ആദർശധീരനായ നേതാവിൻ്റെ ഇത്തരം ആദർശങ്ങൾ ഉണരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ മഴ പെയ്യുമ്പോൾ കൂണ് മുളയ്ക്കാൻ, ഇടിവെട്ടുമ്പോൾ കൂണ് മുളയ്ക്കും എന്ന് പറയുന്നത് പോലെ UDF സർക്കാർ അധികാര കേന്ദ്രങ്ങളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ അലയൊലികൾ ഉണരുമ്പോൾ മാത്രമാണോ VM സുധീരൻ്റെ ആദർശബോധം ഉണരുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം, സംശയം. ഞാൻ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ സുധീരൻ ഉദ്ദേശിക്കുന്നത് ആരോപണത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവർ തന്നെ ശ്രദ്ധിക്കും. താൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആരും കള്ളു കുടിക്കരുത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞാൽ താനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ല മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ മറിച്ച് അതിനു വേണ്ടി കൺസ്ട്രക്റ്റീവായിട്ടൊരു പോസിറ്റീവായിട്ട് മദ്യനിരോധനാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും എന്ത് നിലപാടെടുക്കാൻ പറ്റി? ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഗാന്ധി എന്ത് പെൻഷൻ, സ്വാതന്ത്ര്യ സമര പെൻഷനോ അല്ലെങ്കിൽ പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള പെൻഷനോ MLA എന്നുള്ള പെൻഷനോ ഓരോ പ്രാവശ്യം വർദ്ധിപ്പിക്കുന്ന പെൻഷനുകളോ ഇതെല്ലാം സുധീരൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ നിന്ന് കൈപ്പറ്റുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അബ്കാരികളും അവർ കുടിപ്പിച്ച് മുടിച്ച കുടുംബങ്ങളെയും കൂടെ നശിപ്പിച്ച പണമാണ് ഇന്ത്യ മേടിച്ച് കിടക്കുന്നത്. അത് വേണ്ടെന്ന് വെക്കട്ടെ. ആദ്യം അബ്കാരികളിൽ നിന്നും പൈസ മേടിക്കുന്ന സർക്കാരിൻ്റെ യാതൊരു ആനുകൂല്യങ്ങളും എനിക്ക് വേണ്ട എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് തൻ്റെ ആദർശ ധീരത തെളിയിക്കാനുള്ള ബാധ്യതയും കൂടെ സുധീരനുണ്ട്. തീർച്ചയായും ഇത് ആദർശത്തിൽ അധിഷ്ഠിതമായുള്ള ജീവിതവും രാഷ്ട്രീയ ജീവിതവും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം ഈ ആദർശം പുറത്തു വരികയും ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് അത്തരം ആദർശധീരമായ നിലപാടുകൾ പറയാതിരിക്കുകയും രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപക്ഷെ അജ്ഞാതവാസം നടത്തുന്നത് പോലെ ജീവിക്കുകയൊക്കെ ചെയ്ത ആളുകൾ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിന് പ്രവർത്തിക്കാനുള്ള ഒരു മിനിമം സമയം, അങ്ങനെ ഒരു സമയം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് അവരുടെ പ്രവർത്തന നയപരിപാടികളുമായി അവർക്ക് മുന്നോട്ട് വരുമ്പോൾ ഈ സർക്കാരൊന്ന് ഇരുന്നിട്ട് വേണമല്ലോ എഴുന്നേക്കാൻ, അല്ലെങ്കിൽ ഇരുന്നിട്ട് വേണമല്ലോ ആലോചിക്കാൻ. അത്തരത്തിലൊരു സമയം പോലും കൊടുക്കാതെ ചില അജണ്ടകൾ തയ്യാറാക്കി വെച്ച് ആ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ആദർശം, എൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഇന്നതാണ്, അത് സർക്കാർ പ്രാവർത്തികമാക്കണം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ സമാനമായ പല വിഷയങ്ങളിലും കഴിഞ്ഞ സർക്കാർ കാലത്ത് മിണ്ടാതിരുന്ന ആളുകൾക്ക് ഇപ്പോൾ എവിടെ നിന്നാണ് ഈ ആദർശത്തിൻ്റെ കിരീടം കിട്ടിയത്, അല്ലെങ്കിൽ ഈ ആദർശത്തിൻ്റെ സന്ദേശം ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് സാമാന്യ ജനം ചോദിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. എന്തായാലും VM സുധീരൻ എന്ന മുതിർന്ന നേതാവിൻ്റെ കൂടി അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടുകൊണ്ട് ഭരണസിരാ കേന്ദ്രത്തിലുള്ളവർ അഭിപ്രായങ്ങൾ എടുക്കട്ടെ, അതിനൊന്നും യാതൊരു തെറ്റുമില്ല. എന്നാൽ അപ്രായോഗികമായ തീരുമാനങ്ങൾ പറയുകയും അല്ലെങ്കിൽ ആദർശങ്ങൾ പറയുകയും അത് പൊതുജീവിതത്തിൽ പകർത്തണം എന്ന് പറയുമ്പോൾ ഒരു സർക്കാരിന് ഏത് തലത്തിൽ ഇത് കൊണ്ടു ചെന്നെത്തിക്കാൻ പറ്റും, അത്തരം നിലപാടുകൾ എടുക്കാൻ പറ്റും എന്നുള്ളത് പരിണിതപ്രജ്ഞനായ മുതിർന്ന നേതാവ് എന്ന രീതിയിൽ VM സുധീരനും അത് ആലോചിക്കണം എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ നാനാപാടിൽ നിന്ന് സുധീരനെതിരെ വരുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും
ഏതായാലും PM സുധീരൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനിഷേധ്യനായ നേതാവാണ്, മുതിർന്ന നേതാവാണ്. അതിൻ്റെ പക്വതയും പ്രായോഗികമായ അനുഭവ പരിജ്ഞാനത്തിലൂടെയുള്ള ആദർശപരമായ കാര്യങ്ങളുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കേണ്ടത്. സർക്കാരിന് തെറ്റുപറ്റുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ അപ്രായോഗികമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കണം എന്ന് ഒരു കാരണവശാലും അദ്ദേഹത്തിന് സർക്കാരിനെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ വിലങ്ങിടുകയോ കൂച്ചുവിലങ്ങിടുകയോ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ പല ചാനലുകളിലും വന്ന അഭിപ്രായം പ്രകടനം നടത്തുന്നത്. അത് VM സുധീരൻ ചെവിക്കൊള്ളും എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമസ്കാരം.